ഈ സുറിയാനി സാഹിത്യത്തിലെ അതുല്യനായ ഒരു കവിയുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ബൗസാകളൊക്കെ ഇങ്ങനെ ഒത്തിരി എന്നും ഉരുവിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സെറൂഗലമാർ യാക്കോബ് എന്ന് പറയുന്ന പിതാവ്, നമുക്കറിയാം യാക്കോബിൻ്റെ ബൗസാകൾ. അദ്ദേഹം ഈ നോമ്പിൻ്റെ നല്ല അനുഭവത്തെപ്പറ്റിയും നോമ്പിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും നോമ്പിൻ്റെ ഫലത്തെപ്പറ്റിയും വളരെ സുന്ദരമായിട്ട് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. നോമ്പിൻ്റെ സ്വഭാവം എന്താണെന്നും നോമ്പിൻ്റെ ഫലം എന്താണെന്നും സുന്ദരമായി വ്യാഖ്യാനിച്ചു. ഇങ്ങനെയാണ്: ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും അനുതാപത്തോടു കൂടിയുള്ള കണ്ണുനീരും സമന്വയിച്ചാൽ സൃഷ്ടികളുടെ ഉടയനായ ദൈവം നമ്മിൽ പ്രീതിപ്പെടും. ഒഴിച്ചുകൂടുവാനാകാത്ത ശിക്ഷകൾ മാറിപ്പോകും. മനസ്സിലായോ? ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും അനുതാപത്തോടു കൂടിയുള്ള കണ്ണുനീരും ഒത്തുചേർന്നാൽ, അത് രണ്ടും കണ്ടുമുട്ടിയാൽ, അതൊരേ സമയത്ത് ഒരുമിച്ച് യാത്ര ചെയ്താൽ